ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരങ്ങൾക്കായിക്കോട്ടെ ഹൃദയങ്ങൾക്കായിക്കോട്ടെ മുറിവേറ്റ് കഴിഞ്ഞാൽ അതിന് ഏറ്റവും സൗഖ്യം നൽകുന്നത് അഭിഷേകമുള്ള ഗാനമാണ്. ഈ എപ്പിസോഡുകളിൽ അഭിഷേകം നിറഞ്ഞ ഗാനങ്ങളുമായിട്ട് നമുക്കൊക്കെ പ്രിയപ്പെട്ട സിസ്റ്റർ ഏഞ്ചൽ റോസ് നസ്രത്ത് സഭാംഗമാണ്. സിസ്റ്ററിൻ്റെ വിശേഷങ്ങളും അഭിഷേകമുള്ള ഗാനങ്ങളുമാണ് ഈ എപ്പിസോഡുകളിൽ നമ്മൾ കേൾക്കാൻ പോവുക. ഒത്തിരി സ്നേഹത്തോടെ പ്രിയബഹുമാനപ്പെട്ട സിസ്റ്റർ ഈ ഹെവൻലി മെലഡീസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സിസ്റ്ററിൻ്റെ ഒരു സുന്ദരമായ ഗാനത്തിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം.
കണ്ണോടു ചീനയ്യ. ഏഞ്ചൽ സിസ്റ്റർ വളരെ വളരെ മനോഹരമായിരിക്കും. കുറവുകളിൽ നിറവായി തീരാനായിട്ട് ഒരു നല്ലൊരു പ്രാർത്ഥന കാണും. സുന്ദരമായ വരികൾ, മനോഹരമായ സംഗീതം. എണ്ണ വറ്റി തീരായ വിളക്കായാണ് ഞാൻ, തൈലമായി നീ വരണമേ, ഉറകെട്ട് പോയ ഉപ്പാണ് ഞാൻ, ഗോതമ്പ് പോണി പോലെ അഴിയാനായിട്ട്. നല്ല വരികൾ, അതിനൊത്ത സുന്ദരമായ സംഗീതം, അതിന് നല്ല മനോഹരമായ ആലാപനം, നല്ല സുന്ദരമായ ശബ്ദം കേട്ടോ സിസ്റ്ററെ. സിസ്റ്റർ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇതാരാണ് ഈ വരികൾ എഴുതിയതും സംഗീതവും ഒക്കെ ചെയ്താരാ? ഒന്ന് ഈ ഗാനത്തെപ്പറ്റി ഒന്ന് കൂടുതലൊന്ന് പറയാമോ? തീർച്ചയായും. ഈ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ജോലികൾ ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ നാവിൽ വരികളും ഈ ട്യൂണും വരും. അത് സംഗീതവും വരികളും ഒക്കെ സിസ്റ്ററിന്റെ തന്നെയാ അല്ലേ? വളരെ മനോഹരം. അതിനെപ്പറ്റി പറയും. അത് ഞാൻ പാടുന്നു, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു 3-4 ആവർത്തി ഒരു ലൈൻ പാടും. ആ ലൈൻ പാടുമ്പോൾ അടുത്ത ലൈന് ഇതേപോലെ നാവി വരും. അത് ഒരു 3-4 ആവർത്തി പാടുമ്പോൾ അടുത്ത ലൈന്, അങ്ങനെ ഒരു പാട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തരും. അത് ഞാൻ വിചാരിക്കുന്നു പരിശുദ്ധാത്മാവാണ് അത് തരുന്നത്. തീർച്ചയായും പരിശുദ്ധാത്മാവാണ്. നമ്മൾ പാടാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അല്ലോ ആത്മാവ് തരുന്ന ഒരു വരികളാണ്. തീർച്ചയായും. പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല. ശബ്ദം വളരെ വളരെ സുന്ദരമാണ് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട ഏഞ്ചൽ റോസ് സിസ്റ്റർ നസർത്ത് സഭാംഗമാണ്. പ്രത്യേകിച്ച് നസർത്ത് സഭ കുടുംബ നവീകരണത്തിന് വേണ്ടി നൽകുന്ന ശുശ്രൂഷകൾ വളരെ വളരെ വലുതാണ്. സിസ്റ്ററിന്റെ വിശേഷങ്ങൾ അറിയട്ടെ സിസ്റ്ററെ. എവിടെയാണ് വീട്, പാരൻസ്, ഇടവക പറ്റിയൊക്കെ പറയാമോ? തീർച്ചയായും. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ നെല്ലിക്കുറ്റി എന്ന ഇടവകയാണ്. ഇടവയിലാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടുപേര് പെരുമാലിൽ എന്നാണ്. ചാച്ചനും അമ്മയും 5 മക്കളുമാണ് ഞങ്ങൾ. ചാച്ചൻ മരിച്ചുപോയി. 5ാമത്തെ ആളാണ് ഞാൻ. ബാക്കി എല്ലാവരെയും വിവാഹം കഴിച്ച് വിട്ടു. അമ്മച്ചി സുഖമായിരിക്കുന്നു അല്ലേ? അമ്മച്ചി സുഖമായിട്ടിരിക്കുന്നു. 5ാമത്തെ ആളാണല്ലേ? അവരുടെയൊക്കെ പേരൊക്കെ ഒന്ന് പറയുമോ? മൂത്ത ചേച്ചിയുടെ എല്ലാം ഞങ്ങൾ 5 പെൺപിള്ളേരാണ്. 5 പേര് അല്ലേ? അവരുടെ പേരൊക്കെ ഒന്ന് പറയാ അല്ലേ? പറയാം. മൂത്ത ചേച്ചിയുടെ പേര് ജോളി, 2ാമത്തെ ചേച്ചിയുടെ പേര് സാലി, 3ാമത്തെ ചേച്ചിയുടെ പേര് സിൽവി, 4ാമത്തെ ചേച്ചിയുടെ പേര് സിമി, 5ാമത്തെ ഞാൻ. പഠനമൊക്കെ ഇവിടെ സ്കൂള് ചെമ്പേരി സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. 10 കഴിഞ്ഞിട്ടാണോ സഭയിലേക്ക് വരുന്നത്? അതെ. ദൈവവിളി പറ്റിയൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായും. വളരെ ചെറുപ്പത്തിൽ തന്നെ കോൺവെന്റിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഒരു 6ാം ക്ലാസ് മുതൽ. അതിന് മുമ്പ് അറിയത്തില്ലായിരുന്നു. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുതൽ ഞാൻ മഠത്തിൽ ചേരുമെന്ന് ഞാൻ പറയുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കോൺവെന്റിലേക്ക് വന്നു. നസറത്ത് തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള രൂപത കോൺഗ്രിഗേഷനായ നസറത്ത് സിസ്റ്റേഴ്സിൻ്റെ കുന്നോത്തുള്ള ജനറേറ്റിലാണ് ഞാൻ ചേർന്നത്. അവിടെ പഠിച്ചു. 2000 ഞാൻ എൻ്റെ വിശേഷം കഴിഞ്ഞു. അങ്ങനെ പല ഇടവകളിലൂടെയായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. ഇപ്പം നിൽക്കുന്നത് ഇടുക്കി രൂപതയുടെ പേഴുങ്കണ്ട എന്ന ഇടവയിലാണ്. അവിടെയും ഇടവകയോട് ചേർന്നുള്ള ശുശ്രൂഷ അല്ലേ? കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി പേരൊക്കെ ഉണ്ടോ? ഒത്തിരി പേരില്ല, ഞങ്ങൾ 3 പേരാണുള്ളത്. നല്ല തിരക്കുള്ള ശുശ്രൂഷകളൊക്കെ തന്നെയാണ്. ഒത്തിരി സന്തോഷം സിസ്റ്റർ. ഇന്ന് കൂടുതൽ പാട്ടുകൾ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിൽ സിസ്റ്ററിന്റെ ഒന്ന് നേരിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയത് ഒത്തിരി സന്തോഷം. നമുക്ക് ഏറെ അനുഗ്രഹപ്രദമായിരിക്കും ഈ ഒരു എപ്പിസോഡ്. സിസ്റ്റർ NS കോൺഗ്രിഗേഷനാണ്, നസറത്ത് സിസ്റ്റേഴ്സ്. എനിക്ക് തോന്നുന്നത് നസറത്ത് സിസ്റ്റേഴ്സിന്റെ ശുശ്രൂഷകൾ വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും തന്നെ അത് അറിയാൻ ആഗ്രഹമുണ്ട്. കോൺഗ്രിഗേഷന്റെ ശുശ്രൂഷകളിൽ ക്യാരിസത്തെ പറ്റി അതിനൊന്ന് പറയാമോ? ഫൗണ്ടർ ആരാണ്? തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവാണ് ഈ സമൂഹം സ്ഥാപിച്ചത്. കോൺഗ്രിഗേഷനെ പറ്റി നസ്രത്തിലെ ഈശോയുടെ തിരുക്കുടുംബത്തിൽ വളർന്നു വന്ന ഈശോയുടെ തിരുക്കുടുംബ ശൈലി, സ്നേഹം, കരുണ, പരസ്പരമുള്ള താങ്ങല് ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലും പകർത്തി മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യസം. അതുകൊണ്ട് തന്നെ ഇടവകടൊക്കെ ചേർന്ന് ഒത്തിരി ശുശ്രൂഷ, തിരുക്കുടുംബങ്ങളൊക്കെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബമാക്കി തീർക്കുക, അത് തന്നെയാണ് അല്ലേ ശുശ്രൂഷകൾ. വളരെ തന്നെ നവീകരണ ധ്യാനങ്ങൾ നടക്കുന്നില്ലേ? സിസ്റ്റർ ഇപ്പൊ ആ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്? ഉണ്ട്. ഞാൻ കുട്ടികളുടെ ക്രിസ്ത്യൻ ധ്യാനത്തിൽ
ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഗാന ശുശ്രൂഷയാണല്ലേ? അതെ. പ്രധാനമായിട്ട്. ക്ലാസ്സും എടുക്കാറുണ്ട്. ക്ലാസ്സുകളൊക്കെ ആയിട്ട്. ക്ലാസ്സും എടുക്കാറുണ്ട്. ഇപ്പൊ നിൽക്കുന്നത് ഇടവക ഇടുക്കി രൂപതയിലെ പേഴുങ്കണ്ടം എന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെയുള്ള ശുശ്രൂഷകൾ ഇപ്പൊ അവിടെ സംഘടനാ പ്രവർത്തനമുണ്ട്. ഇതുപോലെ പിള്ളേരെ പാട്ട് പഠിപ്പിച്ച് ഇതാക്കുന്നുണ്ട്. അടുത്ത വികാരിച്ചന്റെ പേരെന്താണ്? ഫാദർ ജോബിൻ വെട്ടുകല്ല്. നമുക്ക് സിസ്റ്ററിന്റെ ഒത്തിരി വിശേഷങ്ങളുണ്ട് കേട്ടോ. ഇടവകയിലെ വിശേഷങ്ങളുണ്ട്, മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ട്. സിസ്റ്ററിന്റെ ഇനിയുമുള്ള മനോഹരമായ ഗാനങ്ങളുണ്ട് അല്ലേ സിസ്റ്റർ? ചില പാട്ട് വരികളൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല അല്ലേ? അങ്ങനെ തന്നെ ഇരിക്കും. നമുക്ക് സിസ്റ്ററിന്റെ ഒരു സുന്ദരമായ ഒരു ഗാനം കൂടി കേൾക്കാം. അതിനുശേഷം കൂടുതൽ വിശേഷം നമുക്ക് അറിയാൻ പറ്റും. ചിന്നിരാരേരം പാടി
സിസ്റ്റർ മനോഹരമായൊരു പിറവിയുടെ ഒരു ക്രിസ്മസ് ഗാനം സിസ്റ്റർ പാടുമ്പോഴില്ലേ കയ്യിലിങ്ങനെ ഉണ്ണീശോയെ ഉറക്കുന്ന ഒരു താരാട്ട് ഗാനം കൂടിയാണ് കേട്ടോ. ആ വരികൾ സുന്ദരം. ഉണ്ണീയുറങ്ങ് ഉണ്ണീയുറങ്ങ് ഒന്ന് പാടാവോ? ആ വരികൾ ഒന്നും കൂടി ഒന്ന് പാടിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഉണ്ണീയുറങ്ങ് ഉണ്ണീയുറങ്ങ് ദൈവത്തിൻ പൈതലല്ലേ, ഉണ്ണീയുറങ്ങ് ഉണ്ണീയുറങ്ങ് ദൈവത്തിൻ പൈതലല്ലേ. വളരെ മനോഹരം. സിസ്റ്റർ ഇത് പാടി കഴിയുമ്പോൾ ഉണ്ണീശോ ഉറങ്ങിപ്പോവും. അത്രയ്ക്ക് സുന്ദരമായ ഒരു താരാട്ട് കേട്ടോ. സിസ്റ്റർ ഈ പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. സിസ്റ്റർ എന്നെ എഴുതിയ, സിസ്റ്റർ എന്നെ സംഗീതം ചെയ്ത സുന്ദരമായ ഗാനം, അത് അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് പറയാം. ഇതെങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും 2020 ഞങ്ങളൊരു ക്രിസ്മസ് ഗാനം ഇറക്കിയിരുന്നു. പിന്നെ നീലാകാശം പൂത്തുലഞ്ഞു എന്ന് പറഞ്ഞ ഒരു ക്രിസ്മസ് ഗാനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് പാടി കഴിഞ്ഞ് ഉടനെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഉറക്കത്തിലാണ് ഈ ഒരു പാട്ട് വരുന്നത്. ഞാൻ എഴുന്നേറ്റിരുന്നു. ഒരു പാട്ട് ഇങ്ങനെ മനസ്സിൽ വന്നു, ഒരു ആദ്യത്തെ ലൈൻ മനസ്സിൽ വന്നു. വീണ്ടും അതങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ഒരു പാട്ട് മനസ്സിൽ വന്നു. ഓരോ വരികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കത്തില്ല. ഇല്ല, ഒരിക്കലും മറക്കില്ല. അത് പരിശുദ്ധാത്മാവ് തരുന്നത് കൊണ്ടാണ് അങ്ങനെ മറക്കാത്തത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു പാട്ട് പഠിച്ച് ഒരു ഉടുപ്പിടിയിലൊക്കെ പാടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് തവണ കേട്ട് എൻ്റെ സംഗതികൾ എവിടെയാണ് അങ്ങനെ എല്ലാം പഠിച്ച് എന്നിട്ട് ഈ ബുക്കിൽ നോക്കിയാണ് പാടുന്നത്. പക്ഷെ ഇങ്ങനെ വരുന്ന ഒരു പ്രാവശ്യം മനസ്സിൽ വരുന്ന ഒരു പാട്ട്, അതിൻ്റെ ട്യൂണ്, അതിൻ്റെ വേർഡ്സ് ഒരിക്കലും മറന്നു പോകുന്നില്ല. അത് എഴുതി വെക്കണ്ട, അത് ബുക്കിൽ നോക്കി പാടുക വേണ്ട, ഇങ്ങനെ നോട്ടിൽ നോക്കി പാടണ്ട. ബാക്കിയുള്ള പാട്ടുകളൊക്കെ ബാക്കിയെല്ലാം നോക്കി പാടണം. മറന്നും പോവും, നോക്കേണ്ടിയും വരും അതിൻ്റെ ഒരു സംഗതികളൊക്കെ. പക്ഷെ ഈ പാട്ട് സിസ്റ്റർ എഴുതുന്ന പാട്ടുകളായിക്കോട്ടെ, സംഗീതം കൊടുക്കുന്ന വരികളായിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, ഒരിക്കലും മറക്കില്ല എന്ന് പറയുവാണെങ്കിൽ അത് ആത്മാവ് തരുന്ന, അല്ലേ? ഹൃദയത്തിൽ ആത്മാവ് തരുന്നതാണ്, അത് ഒരിക്കലും മറക്കില്ല. അഭിഷേകമുള്ള ഗാനങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നു, ഞങ്ങൾ ആദ്യം ഇറക്കിയത് ഗോതമ്പ് മണി പോലെ അഴുകാം. അത് 18 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് തന്നതാണ്. 18 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധാത്മാവേ ഇതിങ്ങനെ ഒരുപാട് നാളായി ഇതിങ്ങനെ എൻ്റെ കയ്യിലിരിക്കും. ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു ആ പാട്ടൊന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതല്ലായിരുന്നു ദൈവത്തിൻ്റെ ഹിതം. ഇതെൻ്റെ സമൂഹം, എൻ്റെ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് തരുന്നതെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ കൊറോണ കാലഘട്ടത്തിൽ ആണ് ഈ പാട്ട് ഗോതമ്പ് മണി പോലെ അഴുക എന്നുള്ള പാട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ സമൂഹം വളരെ, എൻ്റെ സമൂഹം എന്ന് പറയുമ്പം ഒരുപാട് കഴിഞ്ഞ ജനനാളമ്മയുടെ കാലത്ത് സിസ്റ്റർ ഗ്രേസ് മേരി, കൗൺസിലേഴ്സ്, അവരൊക്കെ ഞാൻ ഓർക്കും അന്നത്തെ ദിവസം എത്ര ഭംഗിയായിട്ടാണ് ആദ്യത്തെ പാട്ട് ഇറങ്ങുന്നത്. ഒരു ഉടുപ്പിടീൻ്റെ അവസ്ഥയായിരുന്നു അന്ന്. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം, അത്ര സപ്പോർട്ടാണ്. കാരണം വെച്ചാൽ ഒരു ഉടുപ്പിടീൻ്റെ അവസ്ഥ, പൂന്തോട്ടം ശരിയാക്കുന്നു, പിന്നെ ചാപ്പൽ ശരിയാക്കുന്നു, അങ്ങനെ വളരെ ഒരാൾ പോലും മാറി നിൽക്കാതെ എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്ത്, അതായത് അതിൻ്റെ റെക്കോർഡിങ്ങിന് പോകുമ്പം അത് ഓരോരുത്തരും വന്ന് ജനാളമ്മ വന്നിട്ട് അത് പ്രാക്ടീസ് തന്ന് അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്ക് വരെ പ്രാക്ടീസ് തന്നു എനിക്ക് തന്ന. അങ്ങനെ എന്നെ ശരിക്കും എന്നെ വളർത്തി. ഒരു കുഞ്ഞുനാളിൽ എൻ്റെ സൗണ്ട് മുഴുവൻ പോയതായിരുന്നു. തീരെ ചെറുപ്പത്തിൽ പാടുമായിരുന്നു. 3 വയസ്സിൽ ഞാൻ സ്റ്റേജിൽ കയറി നിന്ന് പാടിയതാണ്. പരിശുദ്ധാത്മാവേ നീ വരണേ എന്നുള്ള പാട്ട് അന്ന് പാടിയതാണ്. അന്ന് ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സൗണ്ട് മുഴുവൻ പോയി. അതെന്താണെന്ന് അറിയില്ല. ഒരു ദിവസം രാവിലെ എൻ്റെ സൗണ്ട് ഇല്ല. അങ്ങനെ പാടാൻ മാത്രം, അല്ലാതെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, പാടാൻ മാത്രം ഇത് പോയി. അങ്ങനെ ഞാൻ അതിനുശേഷം ഞാൻ കഥാപ്രസംഗത്തിലേക്ക് കടന്നു. കഥാപ്രസംഗം അങ്ങനെ മിഷൻ ലീഗിൽ അങ്ങനെ വളർന്നു. കഥാപ്രസംഗം, മോണാക്ട്, അങ്ങനെ പാട്ട് നിർത്തി. അങ്ങനെ ഞാൻ 5-ാം ക്ലാസ് പഠിക്കുമ്പം തൊട്ട് കഥാപ്രസംഗമായി. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കോൺവെൻറ്റ് ചേർന്നു. പാട്ട് പിന്നെ പാടിയിട്ടില്ല. കോൺവെൻറ്റ് ചേർന്ന് കഴിഞ്ഞ് ആണ് ഞാൻ അവിടെ നിന്നാണ് പിന്നെ പാട്ട് തുടങ്ങിയത്. എന്നാലും എനിക്ക് അങ്ങനെ വലിയ പാട്ട് പാടാനായിട്ട്, ഞാൻ പാടുന്ന ആളാണെന്ന് മനസ്സിലാകും, പക്ഷേ ഒട്ടും എനിക്ക് അങ്ങോട്ട് സൗണ്ട് പൊങ്ങുകയല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഞാൻ മാനെടുക്കും എന്ന ഇടവകയിലാണ് ആദ്യമായിട്ട് പോയത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഈ സൗണ്ട് അതറിയാതെ അങ്ങനെ വന്നു, പഴയ പോലെ സൗണ്ട് വന്ന് പിന്നെ
സാധാരണഗതിയിൽ പിന്നെ ഉടുപ്പിടിയന് പാടാനും പിന്നെ പെരുന്നാളിന് പാടാനും ഒക്കെ അങ്ങനെയായിട്ട് പോകാൻ തുടങ്ങി. കൊയറിനൊക്കെ പോകുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും സിസ്റ്റർ? കല്യാണത്തിന് പാടുന്നു. ഇപ്പൊ അതാണ് നല്ല എന്ത് സുന്ദരമായ ശബ്ദം, പ്രത്യേകിച്ച് ഹൈ ലെവലൊക്കെ പിച്ചൊക്കെ വരാൻ നേരത്ത് നല്ല രസമായിട്ടുണ്ട്. നല്ല ക്യൂട്ട് വോയിസ് ആണ് കിട്ടിയിരിക്കുന്നത്. ദൈവം അതല്ലേ കൃത്യമായിട്ട് തീർച്ചയായും ഇനി ഒത്തിരി 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 പാട്ടുകൾ ഉണ്ട്. തമ്പുരാവിന് വേണ്ടി എഴുതാനായിട്ട് പറ്റട്ടെ. അതുപോലെ അഭിഷേകമുള്ള സംഗീതം കൊടുക്കാനും അത് സിസ്റ്ററിന്റെ സുന്ദരമായ അഭിഷേകമുള്ള ശബ്ദത്തിൽ കേൾക്കാൻ ഇനി നമുക്ക് ഒത്തിരി ഗാനങ്ങൾ വരട്ടെ. നമുക്ക് സിസ്റ്ററിന്റെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇത്രയും നേരം എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. പക്ഷെ ഒരുപാട് പാട്ടുകൾ അച്ഛൻ യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കാൻ വളരെയേറെ ആഗ്രഹമുണ്ട്. ഒത്തിരി നന്ദി സിസ്റ്ററെ. ഉറപ്പായിട്ടും അത് സന്തോഷമുള്ള കാര്യമേ ഉള്ളൂ. ഒരു ഒരു മനോഹരമായ ഒരു ഗാനമുണ്ട്. അത് എൻ്റെ വരികളും സംഗീതമൊക്കെ ചെയ്തിരിക്കുന്നത് ജെയ്സൺ മാത്യു എന്ന് പറഞ്ഞൊരു സഹോദരനാണ്. ഇതിൻ്റെ ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡയറക്ഷനും ക്യാമറയൊക്കെ ചെയ്തിരിക്കുന്നത് CMC കോൺഗ്രിഗേഷനിലെ തൃശ്ശൂർ പ്രൊവിൻസിലെ ലിസ്മി സിസ്റ്ററാണ്. ഒത്തിരി വരികളൊക്കെ എഴുതുന്ന മ്യൂസിക് ചെയ്യുന്ന, അതിനേക്കാൾ ഉപരിയായിട്ട് ക്യാമറ ഡയറക്ഷനൊക്കെ വളരെ സുന്ദരമായിട്ടൊക്കെ തൃശ്ശൂർ പൂരമൊക്കെ ചെയ്തിട്ടുണ്ട് സിസ്റ്റർ. ആ സിസ്റ്ററിൻ്റെ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ ഈ സമയത്ത് ഈ പാട്ട് പാടുമ്പോൾ സിസ്റ്ററിനെ സ്നേഹത്തോട് ഓർത്തുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടാം. അനുദിനമെന്നോടു കൂടെ നടന്നിടും അനുപമ സ്നേഹമെന്നീശോ, കാലിടറാതെ തൻ കൈകളിൽ എന്നെ താങ്ങി നടത്തിയിടുമീശോ, എന്നും വഴി നടത്തിയിടുമെന്നീശോ. അനുപമ സ്നേഹമേ ദൈവമേ, കാൽവരി തന്നിലെ സ്നേഹമേ, അണയുന്നു ഞാനിതാ നിൻ സവിധേ, സ്പർശനമേകണേ തിരുക്കരത്താ. എൻ ജീവിതത്തിൻ തകർച്ചകളിൽ നീറുന്ന ഹൃദയവുമായി അണഞ്ഞ നേരം, എൻ ജീവിതത്തിൻ തകർച്ചകളിൽ നീറുന്ന ഹൃദയവുമായി അണഞ്ഞ നേരം, അരികിലണഞ്ഞു നീ കാതിലെന്നോതി, ഭയമരുത് ഞാൻ കൂടെയുണ്ട്, ഭയമരുത് ഞാൻ കൂടെയുണ്ട്. അനുപമ സ്നേഹമേ ദൈവമേ, കാൽവരി തന്നിലെ സ്നേഹമേ, അണയുന്നു ഞാനിതാ നിൻ സവിധേ, സ്പർശനമേകണേ തിരുക്കരത്താ. ജീവിതവേദിയിൽ
ഏകാകിയായി ഞാൻ അണഞ്ഞ നേരം ജീവിതവേദിയിൽ ആരുമില്ലാതെ ഏകാകിയായി ഞാൻ അണഞ്ഞ നേരം വഴി തെറ്റി അലഞ്ഞൊരാ കുഞ്ഞാടുപോലെന്നെ തോളിലെടുത്തെൻ്റെ ദിവ്യനാഥൻ, തോളിലെടുത്തെൻ്റെ ദിവ്യനാഥൻ. അനുപമ സ്നേഹമേ ദൈവമേ, കാൽവരി തന്നിലെ സ്നേഹമേ, അണയുന്നു ഞാനിതാ നിൻ സവിധേ, സ്പർശനമേകണേ തിരുക്കരത്താ. അനുദിനമെന്നോടു കൂടെ നടന്നിടും അനുപമ സ്നേഹമെന്നീശോ, കാലിടറാതെ തൻ കൈകളിലെന്നെ താങ്ങി നടത്തിയിടും ഈശോ, എന്നും വഴി നടത്തിയിടുമെന്നീശോ. അനുപമ സ്നേഹമേ ദൈവമേ, കാൽവരി തന്നിലെ സ്നേഹമേ, അണയുന്നു ഞാനിതാ നിൻ സവിധേ, സ്പർശനമേകണേ തിരുക്കരത്താ. അച്ഛാ വളരെ മനോഹരമായിരുന്നു. ഒത്തിരി ഭംഗിയുള്ളൊരു പാട്ട്, നല്ല വരികൾ, നല്ല അച്ഛൻ നന്നായിട്ട് പാടുന്നുണ്ട്. ഇത്ര മനോഹരമായിട്ട് അച്ഛൻ പാടുന്നേ. ഒത്തിരി അനുഭവമാണ് അച്ഛൻ്റെ പാട്ടുകൾ. ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേരിട്ടത് കേൾക്കാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടി. ഈശോയ്ക്ക് നന്ദി. താങ്ക് യു സിസ്റ്റർ. നമ്മൾ പ്രിയപ്പെട്ട ഏഞ്ചൽ റോസസിൻ്റെ വളരെ ഹൃദ്യമായിട്ടുള്ള ഗാനങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. സിസ്റ്ററിൻ്റെ പാസ്റ്ററൽ മിനിസ്ട്രിക്കൊക്കെ പോകുമ്പോൾ ഉള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ധ്യാനം നടത്തിയ സമയത്ത്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ധ്യാനമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഉള്ള ചില ഹൃദയസ്പർശിയായിട്ടുള്ളതും രസകരവുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്, വിശേഷങ്ങളുണ്ട്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് സിസ്റ്ററിൻ്റെ കൂടുതൽ മനോഹരമായ ഗാനങ്ങളും കുറേ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും ഹെവൻലി മെലഡീസിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി.